നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്കോളർഷിപ്പ് സ്കീമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ സ്കോളർഷിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വരെ പറയാത്ത ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണിത്. ഇത് നിക്കോൺ നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സ്കോളർഷിപ്പാണിതെന്ന്. അതെ, ഇത് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നിക്കോൺ സ്കോളർഷിപ്പ് പ്രോഗ്രാം 2024-25 എന്നാണ്. ആർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ട കുട്ടികൾ ഇപ്പോൾ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കോഴ്സുകൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. അത് മിനിമം 3 monthsോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കോഴ്സ് ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അത് നിങ്ങൾ 1 monthോ 2 monthോ പഠിക്കുന്ന കോഴ്സുകൾക്ക് ഇത് കിട്ടില്ല. 3 months ഓർ എബോ കോഴ്സുകൾക്കാണ് ഇതിന്റെ സ്കോളർഷിപ്പ് ആനുകൂല്യം ലഭിക്കുക. 12th സ്റ്റാൻഡേർഡ് പാസ്സായതിനു ശേഷമായിരിക്കണം നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കോഴ്സ് ചെയ്യുന്നത്. ഈ സ്റ്റുഡന്റിന്റെ ഫാമിലിയുടെ ആനുവൽ ഫാമിലി ഇൻകം 6 lakh rupeesന് താഴെ ആയിരിക്കണം. ഇത് ഓൾ ഇന്ത്യ ബേസിസിൽ നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇതിന്റെ സ്കോളർഷിപ്പ് എമൗണ്ട് 1 lakh rupees. അപ്പൊ ഇതൊക്കെയാണ് ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ബഡ്ഡി ഫോർ സ്റ്റഡി എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. കൂടാതെ നിങ്ങളുടെ ഒരു വാലിഡ് ID പ്രൂഫ് വേണം. അതായത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഏതെങ്കിലും ID പ്രൂഫ് ആയിരിക്കണം. നിങ്ങളുടെ ആധാർ കാർഡ്, വോട്ടേഴ്സ് ID കാർഡ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസോ എന്തെങ്കിലും ഒരു വാലിഡ് ID പ്രൂഫ് കയ്യിൽ വേണം. ഇത് കൂടാതെ നിങ്ങൾ പ്രീവിയസ് ഇയർ ഏത് കോഴ്സ് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഈ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കോഴ്സ് പഠിക്കാൻ വന്നത്, അതിന് മുന്നേ നിങ്ങൾ പഠിച്ചിരുന്ന കോഴ്സിന്റെ മാർക്ക് ലിസ്റ്റ് വേണം. ഇത് കൂടാതെ നിങ്ങളുടെ ഇൻകം പ്രൂഫ് വേണം. അതായത് നിങ്ങളുടെ സാലറി സ്ലിപ്പോ അതല്ലെങ്കിൽ കോമ്പീറ്റന്റ് അതോറിറ്റി നിങ്ങൾക്ക് നൽകുന്ന ഒരു ഇൻകം സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം. ഇത് കൂടാതെ നിങ്ങൾ ഏത് കോഴ്സാണോ പഠിക്കുന്നത് അവിടെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതിനുള്ള പ്രൂഫ് വേണം. അതായത് നിങ്ങളുടെ ID കാർഡ് ആകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ID കാർഡോ ബോണഫൈഡ് സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതണം. ഇത് കൂടാതെ വേണ്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇത് കൂടാതെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും ആപ്ലിക്കബിൾ ആണെങ്കിൽ അതും കൂടെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഡോക്യുമെന്റ്സ് വേണ്ടതും എലിജിബിലിറ്റി ക്രൈറ്റീരിയയും പറയുന്നത്. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് November 30th ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, ബഡ്ഡി ഫോർ സ്റ്റഡിയിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിക്കോൺ സ്കോളർഷിപ്പ് പ്രോഗ്രാം കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ലാസ്റ്റ് ഡേറ്റ് November 30th ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് 30th കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ഡേറ്റ് ഒന്ന് കൂടി ചെക്ക് ചെയ്യുക. കാരണം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് സൈറ്റിൽ നോക്കിയാലേ ചിലപ്പോൾ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് ചിലപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വീണ്ടും ഒരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Until then, bye from team Amazing Academics.